അങ്ങനെ സൺഡേ ആയിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ട് എണീക്കാൻ. ഈ ആഴ്ച ഞങ്ങൾക്ക് രണ്ടാൾക്ക് ആകെ ഒരു ഹോളിഡേ കിട്ടിയത് ഇന്നായിരുന്നേ. കുറച്ചു നേരം കൊഞ്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഓരോ പണികൾ ഏൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നേരെ ഡോർ തുറന്നപ്പോഴേക്കും മിനിയാൻ്റെ സത്യമാമ ഒക്കെ നീരപ്പന്റെ കൂടെ വർത്താനം പറയാണ്ടായിരുന്നേ. റൂമിലെ ജെല്ല തുറന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അടുത്ത പണി കൊടുത്തു. സാമ്പ്രാണി കത്തിക്കണ സംഭവമില്ലേ, എന്താ പൊടി കളയാൻ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കളഞ്ഞ് സാമ്പ്രാണി ഒന്ന് കത്തിച്ചു വെച്ചു. പ്ലേക്കോന്ന് മേടിച്ചൊരു ലൈറ്ററാണ്, വല്ലാത്തൊരു കുന്ത്രാണ്ടായി പോയിട്ടോ. എത്ര കത്തിച്ചാലും കത്തില്ല സാധനം. അങ്ങനെ ഞങ്ങളുടെ എനർജി ഡ്രിങ്ക് അങ്ങോട്ട് ഉണ്ടാക്കിട്ടോ, കട്ടൻ കാപ്പിയും കട്ടൻ ചായയും. വീണ്ടും നീരപ്പന് പണിയായുധങ്ങളൊക്കെ കൊടുത്ത് ഉരുളക്കിഴങ്ങിന്റെ തോട് കളയാൻ അവൻ തന്നെ വന്നു തന്നതാട്ടോ, ഞാൻ കൊടുത്തോന്നല്ലേ. എന്തുകൊണ്ടും എനിക്ക് നല്ലൊരു സഹായിയായി വരുന്നുണ്ടല്ലേ. അങ്ങനെ അതാ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ച് അവനെ പല്ല് തേപ്പിച്ചെടുത്തു. 2-3 വിസിലടിപ്പിക്കുമ്പോഴേക്കും ഇന്ന് മസാലസാണ് കേട്ടോ, മസാല ദോശ. അപ്പൊ അതിലേക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കി വേഗം മാവൊക്കെ ഒഴിച്ച് അടിപൊളി ദോശ ഇങ്ങോട്ട് ഉണ്ടാക്കിട്ടോ. നെയ്യൊക്കെ ഒഴിച്ചോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് എന്താണ് അവന്റെ മസാല ദോശക്ക് വല്ലാത്തൊരു ടേസ്റ്റ്, മസാലയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ക്രിസ്പി ആയതല്ല, എൻ്റെ മകനായാലും ഇന്ന് തന്നെയാ പറഞ്ഞ അമ്മയുടെ മസാല ദോശ സൂപ്പറാ, എരിവ് ഒഴിച്ചാൽ. അങ്ങനെ ആ ഒരു പണിയുടെ ഇടയിൽ നീരപ്പനൊന്ന് കുളിപ്പിച്ച് സുന്ദരിയാക്കി എടുത്തു കേട്ടോ. ഞാൻ വീണ്ടും അടുത്ത പണി കൊടുത്തു, പാലും പാത്രം കൊണ്ട് വെച്ചോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവനെ ടാറ്റൊക്കെ കൊടുത്ത് എനർജി ഡ്രിങ്ക് ഒക്കെ കൊടുത്ത് എനർജി ആക്കിയതല്ലേ, ഇനി കുറച്ച് പണി എടുക്കട്ടെ വെച്ച് അങ്ങനെ വിട്ടു. എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മസാല ദോശ കഴിക്കാണ് കേട്ടോ. വാവ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒന്ന് തെണ്ടാടങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു സംഭവം അടുക്കളയിലേക്ക് വേണമെന്ന്. അപ്പൊ ചേട്ടന് പൈസ തന്നപ്പോ നേരെ പോയി മേടിക്കാണേ. അങ്ങനെ ATMിലേക്ക് വന്നപ്പോ നീരപ്പന് ഒരാഗ്രഹം, അവന് പൈസ എടുക്കണമെന്ന്. അന്നാ പിന്നെ അവനെ കൊണ്ട് കുറെ ഞെക്കി അവന്റെ കുഞ്ഞു വിരൽ വെച്ചിട്ട് നല്ലൊരു പണി മേടുന്നു. അവന് പൈസ ഒക്കെ എടുത്ത് നേരെ V5ലേക്ക് വന്നു കേട്ടോ. ആദ്യം തന്നെ സ്റ്റേഷനറി തീർക്കാന്ന് വിചാരിച്ച് കുറെ സംഭവങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഉള്ളി, സബോള, പിന്നെ കോളിഫ്ലവർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മള് ഞങ്ങളുടെ സെക്ഷനിലെത്തി. അതൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മീൻ മേടിച്ചിട്ട് V5 തന്നെ ഞങ്ങൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അല്ലാണ്ട് ഈ സാധനങ്ങളൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക എളുപ്പമല്ലല്ലോ. നേരെ ആ സാധനങ്ങൾ എടുത്ത് വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഗുഡ് ബോയ്. അങ്ങനെ കേറി വരുമ്പോഴാണ് ചിഞ്ചു വിളിച്ചത്. കുറച്ച് ചെടികളില്ലേ, ആടലോടകം, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് എനിക്ക് കുറേ ചെടികൾ കൊണ്ടുവന്നു തന്നു. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ നമ്മൾ വീണ്ടും പാത്രങ്ങളിലേക്ക് കടന്നു. പാത്രം നോക്കാനല്ല കേട്ടോ, അവൻ്റെ ഒരു മെയിൻ സാധനം ഐസ്ക്രീം അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ടേസ്റ്റ് അറിയാൻ വേണ്ടി എനിക്കൊരു ചെറിയൊരു വായ തന്നു കേട്ടോ. എന്തായാലും സന്തോഷമായി. അതൊക്കെ കഴിച്ച് വരുമ്പോൾ ഒരു സാഡ് ന്യൂസ്, എൻ്റെ ഒരു മീൻ ചത്തു കേട്ടോ. ആ ഒരു വിഷമത്തിൽ നേരെ വന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു കറിയും വെച്ചു. ചെമ്പല്ലിയാണ് കേട്ടോ കിട്ടിയത്. അതൊക്കെ വറക്കണേ. എൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വല്ലാണ്ട് അങ്ങോട്ട് ദാഹിക്കും വെച്ചിക്കൊക്കെ ചെയ്ത് കിടന്നു കേട്ടോ. നാരങ്ങ വെള്ളം കസ്കസൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഞങ്ങൾ വേഗം മാമുണ്ട് കേട്ടോ, ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പോൾ ലെങ്ത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ പുറകെ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.